അതെ, നിങ്ങളുടെ വീട്ടിൽ ഇതേ ഈ കാണുന്ന പോലത്തെ പഴയ മോണിറ്ററൊക്കെ വെറുതെ യൂസ് ചെയ്യാണ്ടിരിപ്പുണ്ടോ? എങ്കിലും നമുക്ക് ഈ സാധനം ഒന്ന് ആൻഡ്രോയിഡ് ടി വി ആയിട്ട് യൂസ് ചെയ്താലോ? വെറുതെ ഇട്ട് നശിപ്പിക്കുന്നതിന് വരെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ചിന്തിച്ചൂടെ? അപ്പൊ ഇങ്ങനത്തെ പഴയ മോണിറ്റേഴ്സ് ഒക്കെ റീയൂസ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് പറഞ്ഞുതരാം. അപ്പം അക്കൗണ്ട് ഫോളോ ചെയ്ത് വെച്ചോ, പറഞ്ഞുതരാം. അപ്പൊ ഗൈസ്, ആദ്യം തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വേണം. ഏത് ബ്രാൻഡിന്റെ വേണേലും എടുക്കാം, കാരണം നമ്മുടെ മോണിറ്ററിന് സ്പീക്കറും കാര്യങ്ങളില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ടൈപ്പ് സി ടു എച്ച് ഡി എം ഐ കൺവേർട്ടർ ആണ്. ഇനി എച്ച് ഡി എം ഐ ഇല്ലാത്ത മോണിറ്റർ ആണെങ്കിൽ നമുക്ക് ടൈപ്പ് സി ടു വി ജി എ കൺവേർട്ടർ അവൈലബിൾ ആണ്. ഇനി ഔട്ട്പുട്ട് ഇല്ലാത്ത മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് MHL കേബിൾസും അവൈലബിൾ ആണ്. എല്ലാം നമ്മുടെ ആമസോണിൽ വളരെ തുച്ഛമായ വിലയിൽ വാങ്ങിക്കാൻ കിട്ടും. ശേഷം നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബോ അല്ലെങ്കിൽ മൂവീസോ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് സ്ട്രീം ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കുറച്ചുകൂടി ഇഫക്റ്റീവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന മെത്തേഡും ഇത് തന്നെയാണ്. വേറൊന്നുമില്ല, നേരെ ആമസോണിലേക്ക് പോവുക, ശേഷം ആൻഡ്രോയിഡ് ടി വി ബോക്സ് എന്നോ ആൻഡ്രോയിഡ് ടി വി സ്റ്റിക്ക് എന്നോ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 2000 രൂപക്ക് താഴത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ആ സംഭവം അങ്ങ് വാങ്ങിക്കുക, നേരെ നിങ്ങളുടെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് നിങ്ങളുടെ മോണിറ്റർ എൻറ്റയർലി ആൻഡ്രോയിഡ് ടി വി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ചുകൂടി രസം വേണമെങ്കിൽ വേറൊന്നുമില്ല, നേരെ ഒരു ഗെയിമിംഗ് കൺസോൾ പോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആമസോണിൽ നിന്ന് വളരെ വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ശേഷം വാങ്ങിക്കുക, കണക്ട് ചെയ്യുക, ദേ ഈ കാണുന്ന പോലെ വളരെ രസകരമായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാവുന്നതാണ്. വെറുതെ ഇട്ട് നശിപ്പിക്കുന്നതിന് വരെ നമുക്ക് ഇതുപോലെ റീയൂസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ മോണിറ്റർ. അപ്പോളേ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്.